ഫജറുദ്ദീൻ ആണ്. ഇപ്പൊ നമ്മളെ വയനാട് ചൂരൽമല ഉണ്ടായിട്ടുള്ള അപകടം അതെല്ലാവർക്കും അറിയണതാണ്. ഈ തൊട്ടിലെ കിടന്നുറങ്ങണ ഇത്തിരി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചവന് ഇങ്ങനെ ഒരു ശിക്ഷ അവർക്ക് ഇറക്കി കൊടുക്കുന്നത്? ശിക്ഷയാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? അതല്ല, ശിക്ഷ എല്ലാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, ശിക്ഷയല്ല ഇസ്ലാം പറയുന്നു. എങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം പറയുന്നു, വലനബുലുവന്നക്കും ബിശൈഇ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ചില കാര്യങ്ങൾ കൊണ്ട്. ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സി മിനൽ അംവാൽ, അഥവാ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും. വൽ അൻഫുസ്, മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. വസ്സമറാത്ത്, വിഭവങ്ങളില്ലാതെ പരീക്ഷിക്കും. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും. ഇങ്ങനെ പരീക്ഷിച്ചങ്ങൾ ശിക്ഷ അനുഭവിച്ച ആൾക്കാരായി നല്ല ശേഷം മതം പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷണം ലഭിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത, ശിക്ഷയല്ല സന്തോഷ വാർത്ത ലഭിക്കുന്നു. അവിടെ ഒരു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതിനില്ല, ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ജനനം മുതൽ മരണം വരെ മാത്രമാണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ഒരു വീക്ഷണത്തിൽ നിന്നാണ്. അഥവാ ജനനത്തിനും മരണത്തിനും ഇടയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ അത് തിന്മയാണ്, ആത്യന്തികമായ നഷ്ടമാണ്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് സുഖം അനുഭവിച്ചാൽ ആത്യന്തികമായ ഗുണമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ആശയത്തിനാണ് ചോദ്യം വരുന്നത്. താങ്കൾ ആ ആശയത്തിന്റെ ആളാണെന്നല്ല പറയുന്നത്. അഥവാ നിരീശ്വരവാദത്തിന്റെ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ലോകവീക്ഷണത്തിനാണ് ഈ ചോദ്യം വരുന്നത്. അത് വിശ്വാസികളിൽ പ്രതിഫലിക്കാം, നമ്മൾ റിഫ്ലക്ട് ചെയ്യാം. ഞാൻ താങ്കൾ ഒരിക്കലും നിരീശ്വരവാദിയായിട്ട് പറഞ്ഞല്ല കേട്ടോ. ഓക്കെ, ആ പ്രതലത്തിനാണ് ചോദ്യം വരുന്നത്. അവിടെയാണെന്ന് പ്രസക്തി. മരണത്തോടെ ജീവിതം അനുഭവിക്കുന്നെങ്കിൽ ശരിയാണിത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിരീശ്വരവാദികൾക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, തിന്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ പ്രതലത്തിൽ അത് പ്രയാസം തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഇനി ചോദ്യം ചോദിക്കുന്ന ആരെടുത്താണ്? ദൈവത്തെ പറ്റിയാണല്ലോ. ദൈവത്തെ പറ്റി ആരാ പറയേണ്ടത്? മരണത്തിനും ജന്നത്തിനും ഇടയ്ക്ക് ജീവിതം അവസാനിക്കുന്നു പറയുന്ന നിരീശ്വരവാദമാണോ പറയേണ്ടത്? അല്ല, ദൈവമുള്ളത് ആ ആശയത്തിലല്ല, ദൈവമുള്ളത് മതത്തിലാണ്. ഇനി ആ മതം എന്താ പറയുന്നത്? ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ജീവിതം അവസാനിക്കില്ല. ജീവിതം എവിടെ അവസാനിക്കുക, അല്ലെങ്കിൽ ജീവിതം എവിടേക്കാ പോവുക? അനശ്വരമായ, അനന്തമായ, ശാശ്വതമായ പരലോകത്തേക്കാണ്. ഈ ജനനം, ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരണവും ജനനവും എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലക്ഷ്യവുമില്ല. രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമായി പറയുന്നത്. ഒന്ന്, തന്നെ സൃഷ്ടിച്ച പടച്ചവൻ ആരാധിക്കുക. മറ്റൊന്ന്, അവൻ സംവിധാനിച്ച പരീക്ഷണത്തിൽ വിജയിക്കുക. അതിനുവേണ്ടി മാത്രം നൽകിയൊരു ലോകമാണ് മതത്തിന്റെ പെർസ്പെക്റ്റീവിൽ. മതമാണ് അതിനെപ്പറ്റി പറയേണ്ടത്, കാരണം മതത്തെ പറ്റിയാണ് ചോദ്യമുള്ളത്. മതം പറയുന്നത് എന്താണ്? ആ ജീവിതത്തിന് രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സൃഷ്ടാവായ പടച്ചവൻ ആരാധിക്കുക. രണ്ടാ, പരീക്ഷണത്തിൽ വിജയിക്കുക. ആ ലക്ഷ്യത്തിന് ശേഷം പരലോകത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ നന്മ പൂർണ്ണമാകുന്നു, അവിടെ നീതി പൂർണ്ണമാകുന്നു. എങ്ങനെയാ പൂർണ്ണമാകുന്നത്? ആ ലോകം എന്ന് പറഞ്ഞാൽ അത് സുഖലോലുപതയുടെ തീവ്രമായ മൂർത്തിഭാവങ്ങളുള്ള സ്വർഗത്തിന്റെ ലോകമാണ്. അവിടെ ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യ സങ്കല്പങ്ങൾക്ക് അതീതമാണ്. മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സുഖങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ണും ഇതുവരെ കാണാത്ത, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, ഒരു ഹൃദയം ഇതുവരെ എത്താത്ത ഒരു ലോകമാണ് സ്വർഗം. അങ്ങനെ ഒരു ലോകം ഉണ്ടായിക്കൂടെ? ദൈവമുള്ള വീക്ഷണത്തിൽ അങ്ങനെ ഒരു ലോകം സാധ്യമാണ്. ദൈവമില്ലാത്ത വീക്ഷണക്കാരോട് അതിനെ അംഗീകരിക്കാൻ ആരും പറയുന്നില്ല. ദൈവമുള്ളൊരു ലോകത്ത്, ദൈവമുള്ളൊരു വീക്ഷണത്തിൽ ദൈവത്തിന് അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കാം. ആ ലോകത്തെ പറ്റി മതം പറയുന്നു. ശേഷം പറയുന്നു, ആ ലോകത്ത് നിങ്ങൾക്ക് നീതി പൂർണ്ണാകും. ആ ലോകത്ത് എങ്ങനെയാ നീതി പൂർണ്ണാവുക? ആ ലോകം എന്ന് പറഞ്ഞാൽ ശാശ്വതമാണെന്ന് പറഞ്ഞല്ലോ. ആ ലോകത്തേക്ക് എത്തിയാൽ ഈ ലോകത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തുള്ളിന്റെ അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ തന്റെ കുട്ടി കണ്ണിന്റെ മുന്നിൽ നിന്ന് ചതഞ്ഞരഞ്ഞ് മരിച്ചത് കണ്ടാലും, സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് കണ്ടാലും, തങ്ങളുടെ ശാരീരികമായ അവയവങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ടാലും, അത് സംഭവിക്കുന്നത് മതത്തിന്റെ വീക്ഷണപ്രകാരം ചെറിയ തുള്ളിയുടെ അത്ര മാത്രം വലുപ്പമുള്ള ഈ ലോകത്താണ്. നിങ്ങൾക്ക് എന്ത് വരാനുണ്ട്? ഈ തുള്ളിയെ താരതമ്യം ചെയ്യുമ്പോൾ സമുദ്രമായ പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായ തുള്ളിയിലുണ്ടായ ചെറിയ പ്രയാസങ്ങൾക്ക് വലിയ നന്മകൾ നിങ്ങൾക്ക് പകരമായി ലഭിക്കും. പടച്ചവൻ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ, പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ.